ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 81 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ റിബൺ 14.5 centimeters long is cut into 2 equal pieces. What is the length of each piece in centimeters? അതായത് 14.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റിബണ് പിന്നെ 2 പീസാക്കിയിട്ടുണ്ട്. ഓരോ പീസും എത്ര നീളമുണ്ട്, എത്ര സെൻറ്റിമീറ്റർ വീതമാണ് നീളമെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതാം. എന്താ തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദി റിബൺ എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 14.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് 2 ഈക്വൽ പീസാക്കിയാൽ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആ 14.5നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 14.5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്തിരുന്നത്? അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ നമ്പർ ആക്കിയിട്ട് മാറ്റൂലേ. 14.5നെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം? ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് മേലെ എഴുതുക, താഴെ ആ ഒരു ഇതിന് പകരം എന്താ കൊടുക്കേണ്ടത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമല്ലേ. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 145 ഡിവൈഡഡ് ബൈ 10 ആണ് എന്ത്? 14.5 എന്ന് പറഞ്ഞാൽ. അതായത് 14.5 എന്നുള്ളതിന് പകരം നമ്മൾ 145/10 എഴുതി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1/2 കാണുക അല്ലേ. അപ്പോൾ എങ്ങനെയാ? ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 145ഉം 1ഉം ആണല്ലേ. അപ്പോൾ 145 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 145 തന്നെയാണ്. അതുപോലെ താഴെ എന്താണ്? 10 × 2 ആണ്. 10 × 2 എത്ര? 20 ആണല്ലേ. അപ്പോൾ 145/20 എന്ന് കിട്ടിയല്ലോ. ഇനി നോക്കൂ, ആദ്യം നമുക്ക് അതിനൊന്ന് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. 145ലും 20ലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ ഉള്ളത് നോക്കുക. 145ലും 20ലും 5 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 145 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 5ൻ്റെ ഗുണിതമായിട്ട് വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 29 × 5 എന്നല്ലേ. 29 × 5 അല്ലേ 145 എന്ന് പറയുന്നത്. പിന്നെ താഴെ 20നെ എങ്ങനെ എഴുതാം? 4 × 5 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ എന്തായി? 29 × 5/4 × 5 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരേപോലെ ഉള്ളത് വെട്ടി ഒഴിവാക്കണം. അതായത് 5 മുകളിലും താഴെയുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുന്നത്? 29/4 എന്ന് കിട്ടും. ഇനി അതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? 29ലും 4ലും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ വലുതായതുകൊണ്ട് തന്നെ നമുക്കതിനൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റൂലേ. 29/4 എന്നുള്ളതിൽ ന്യൂമറേറ്റർ വലുതല്ലേ, 29 അല്ലേ, മുകളിലല്ലേ വലുത്. അതുകൊണ്ട് നമുക്കതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 29നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ കിട്ടുന്നത് ആദ്യം എഴുതുക, നമ്പറായിട്ട് എഴുതുക. പിന്നെ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുക. 4 എന്നുള്ളത് 4 തന്നെ എഴുതുക. പിന്നെ എന്താണ് റിമൈൻഡർ വരുന്നതാണ് എന്തായിട്ട് എഴുതേണ്ടത്? ന്യൂമറേറ്ററായിട്ടും എഴുതേണ്ടത്. അപ്പോൾ എന്താ കിട്ടുക? 29 / 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29നെ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പിന്നെ 4 ആണ് 29ലുള്ളത്? 7 4 അല്ലേ. 7 4 അല്ലേ. പിന്നെ 28 എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിൽ 4 ഇല്ല. അപ്പോൾ 7 ആദ്യം ചെയ്താൽ റിമൈൻഡർ എത്രയാണ് പറഞ്ഞത്? 28 ആണ് 7 4 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് റിമൈൻഡർ ഉണ്ട്. അപ്പോൾ 1/4 എന്ന് അതുപോലെ തന്നെ എഴുതാം അല്ലേ. പിന്നെ എന്താണ് ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാനല്ലേ പറയാം. അപ്പോൾ 7 1/4 എന്നാണ് നമുക്കിത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ കിട്ടുന്നത്. ഇനി 7 1/4 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും നോക്കൂ. 7 എന്നുള്ളത് അങ്ങനെ എഴുതാം. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 ആണ് അല്ലേ. 4നെ പിന്നെ 100 ആക്കാൻ വേണ്ടിയിട്ട് 4നെ 10 ആക്കാൻ പറ്റൂല. അപ്പോൾ 100 ആക്കാൻ വേണ്ടി 25 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേലുള്ള ഒന്നിന് നമ്മൾ എന്ത് ചെയ്യണം? 25 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 25/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 0.25 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 7ഉം 0.25 കൂടെ കൂട്ടുമ്പോൾ 7.25 സെൻറ്റിമീറ്ററിന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 മീറ്റേഴ്സ്? അതായത് 20.5 മീറ്റർ പെരിമീറ്ററുള്ള ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എത്ര മീറ്റർ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം.
നോക്കൂ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 20.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡല്ലേ ഉള്ളത്, അത് 4 കൂടെ കൂട്ടിയതാണ് എന്ത്? 20.5 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണാൻ എല്ലാം തുല്യമായിരിക്കും, എല്ലാ സൈഡും തുല്യമായിരിക്കും, സ്ക്വയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത് അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതായത് നമ്മൾ ഈ 20.5 എന്ന് പറഞ്ഞിട്ടുള്ള ഡെസിമൽ നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 20.5 എന്നുള്ളതിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? മുകളിൽ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ എഴുതുക, താഴെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 20.5 എന്നുള്ളത് 205/10 എഴുതാം. അതുപോലെ ഇൻറ്റു 1/4 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 205/10 ഇൻറ്റു 1/4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ എത്ര കിട്ടുക? 205 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 205 തന്നെയാണ്. താഴെ 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 40 ആണ് അല്ലേ? അപ്പോൾ 205/40 എന്ന് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യുക? ഒന്ന് വെട്ടി ചെറുതാക്കണം. അപ്പോൾ നോക്കൂ, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 5 രണ്ടിലും ഉണ്ട് അല്ലേ? 205-ലും 5 ഉണ്ട്, 40-ലും 5 ഉണ്ട്. രണ്ടും പിന്നെ 5ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? അപ്പോൾ നോക്കൂ, 205-ൽ എത്ര അഞ്ചാണ് ഉള്ളത്? 20-ൽ 4 5, 5-ൽ ഒരു 5, അങ്ങനെ 41 അല്ലേ? 41 അഞ്ചാണ് എന്ത്? 205 എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ 40-ൽ പിന്നെ എത്ര അഞ്ചാണുള്ളത്? 8 അഞ്ചാണ് അല്ലേ? 8 അഞ്ചല്ലേ 40 എന്ന് പറയുന്നത്. ഇനി നമ്മൾ മേലെയും താഴെയും ഒരേപോലെ ഉള്ളത് വെട്ടി ഒഴിവാക്കുക. അപ്പോൾ മേലെയും താഴെയുള്ള 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 41/8 എന്നാണ്. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റുമോ? 41-ൽ 8-ലും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, പൂർണ്ണമായിട്ട് വരുന്നത് ഏതും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല അല്ലേ? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മുകളിൽ ന്യൂമറേറ്റർ വലുതായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്താക്കിയിട്ട് മാറ്റണം? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതണം. അതായത് 41/8 മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 41-ൽ എത്ര 8 ഉണ്ട് നോക്കുക, എന്നിട്ട് അത് ആൻസർ ആയിട്ട് എഴുതുക. പിന്നെ റിമൈൻഡർ വരുന്നത് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ 8 അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ 8 എന്ന് തന്നെ എഴുതി കൊടുക്കുക. അപ്പോൾ 41-ൽ എത്ര 8 ഉണ്ട്? 5 8 40 ആണല്ലേ? അപ്പോൾ 41-ൽ 5 8 ആണുള്ളത്. പിന്നെ 5 8 40 ആയതുകൊണ്ട് തന്നെ റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ 1 എന്ന് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, താഴെ ഡിനോമിനേറ്റർ 8 എന്ന് തന്നെ എഴുതുക. അപ്പോൾ എന്തായി? 5 1/8 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 41/8 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 1/8 എന്നാക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, 5 1/8 എന്നുള്ളതിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഒരു ഡെസിമൽ നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ 5 എന്നുള്ളതിനെ നമുക്ക് അവിടെ വെക്കാം. പിന്നെ 1/8 നമുക്ക് ഡെസിമൽ നമ്പർ ആക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള 8-നെ 10 100 1000 ഏതെങ്കിലും ആക്കാൻ പറ്റുക നോക്കുക. 8-നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 ആവുമോ? ഇല്ല. ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 100 ആവുന്നുണ്ടോ? അതുമില്ല. 1000 ആവാനോ? 8-നെ 125 കൊണ്ട് ഗുണിച്ചാൽ 1000 ആണ് കിട്ടുന്നത്, നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 8-നെ 125 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. അപ്പോൾ മുകളിലുള്ള 1-ന് നമ്മൾ എന്ത് ചെയ്യണം? 125 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 1-നെ 125 കൊണ്ട് ഗുണിക്കുമ്പോൾ 125 എന്നും താഴെയുള്ള 8-നെ 125 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 ഒന്നും കിട്ടിയില്ലേ? അതായത് 1/8 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 125/1000 എന്ന് എഴുതാൻ പറ്റൂലേ? 125/1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏത് സംഖ്യനെ 1000 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാലും 1000-ൽ 3 പൂജ്യം അല്ലേ? അപ്പോൾ 3 സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടെടുക്കണം. 125-ൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടെടുത്താൽ എത്രയാണ് കിട്ടുന്നത്? പോയിന്റ് 125 എന്നല്ലേ? അപ്പോൾ നമുക്ക് 5 1/8 എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5.125 എന്ന് എഴുതാം. യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5.125 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The price of 6 pen is 40.50 rupees. What is the price of 1 pen? അതായത് 6 പേനയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്? 40 രൂപ 50 പൈസയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതാം. എന്താണ്? 6 പെന്നിന് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 40.50 rupees അല്ലേ? 5 എന്ന് എഴുതിയാലും മതി. പിന്നെ പ്രൈസ് ഓഫ് 1 പെന്നിന് എത്രയാണ്?
അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ 40.5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇനി അതെങ്ങനെ എഴുതാം? പിന്നെ 40.5 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം? നമ്മളതിനെ എന്താക്കി ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ 40.5 എന്നുള്ളത് എന്തായിട്ട് മാറും? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട്, ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10 കൊണ്ടാണ് അല്ലേ? അപ്പോൾ പിന്നെ 405/10 ആണ് എഴുതേണ്ടത്. പിന്നെ ഇൻറ്റു 1/6 എന്ന് അതുപോലെ എഴുതാം. ഇനി അതിനെ മൾട്ടിപ്ലൈ പറഞ്ഞാൽ എങ്ങനെയാണ്? ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 405 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 405 തന്നെയാണ്. താഴെ 10 ഇൻറ്റു 6 പറഞ്ഞാൽ എത്രയാണ്? 60 ആണ് അല്ലേ? ഇനി നോക്കുക, നമുക്ക് ഇതിനൊന്ന് വെട്ടി ചെറുതാക്കണം അല്ലേ? അതായത് മുകളിലും താഴെയും കോമൺ ആയിട്ട് വരുന്നത് ഏതാന്ന് നോക്കുക. അപ്പോൾ നോക്കൂ, 60ലും 405ലും 5 ഉണ്ട് അല്ലേ? 60ൽ എത്ര അഞ്ചാണ് ഉള്ളത്? 12 അഞ്ചാണുള്ളത്. അപ്പോൾ 12നെ നമുക്ക് വീണ്ടും ഒന്ന് ചെറുതാക്കാം, അതായത് 3 ഇൻറ്റു 4 ആക്കാം. അപ്പോൾ താഴെയുള്ള 60നെ നമ്മൾ 5 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് എഴുതിയില്ലേ? 12 5 എന്നുള്ളതല്ല, 12നെയാണ് നമ്മൾ 3 ഇൻറ്റു 4 എന്ന് കൊടുത്തത്, പിന്നെ 5. അപ്പോൾ 5 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മേലെ 5 ഇൻറ്റു 3 ഇൻറ്റു 27 എന്നുമാണ് അല്ലേ? 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15. 15 ഇൻറ്റു 27 ആണ് എന്ത്? 405 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മേലും താഴെയും ഒരേപോലെ ഉള്ളതൊക്കെ വെട്ടി ഒഴിവാക്കുക. അതായത് 5 രണ്ടും വെട്ടിപ്പോവും, 3 രണ്ടും അങ്ങനെയും വെട്ടിപ്പോവും. നിങ്ങൾക്ക് ഓരോന്നായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് ആദ്യം 5 കൊണ്ട് മാത്രം ചെയ്ത് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് 3 കൊണ്ട് ചെയ്യാം. ഞാനത് ഒന്നിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അത് വെട്ടിപ്പോയാൽ ബാക്കി എന്താ വരുന്നത്? 27/4 എന്നല്ലേ കിട്ടുന്നത്. ഇനി നോക്കൂ, 27/4 കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? 27ലും 4ലും കോമൺ ആയിട്ട് വരുന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട് 27/4 എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റി എഴുതണം. അതായത് അതൊരു പിന്നെ എന്താണ്, പിന്നെ ന്യൂമറേറ്റർ വലുതാണല്ലേ? അപ്പോൾ നമുക്കതിനൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താവും? 27/4 എന്ന് പറഞ്ഞാൽ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 ആണല്ലേ? 6 4 എത്രയാണ്? 24. 27ന്ന് 24 കുറക്കുമ്പോൾ ശിഷ്ടം 3 അല്ലേ കിട്ടുന്നത്? അപ്പോൾ ന്യൂമറേറ്ററായിട്ട് 3 എന്ന് എഴുതുക. താഴെ ഡിനോമിനേറ്റർ എത്രയാണോ അത് തന്നെ എഴുതുക. അപ്പോൾ 6/3/4 എന്ന് കിട്ടും അല്ലേ? 27/4 എന്നുള്ളതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക. ഹരിച്ചു നോക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് ആദ്യം എഴുതുക. ആൻസർ 6 എന്നാണ് കിട്ടുക. അത് ഹരണഫലമായിട്ട് കിട്ടുന്നത്, അത് ആദ്യം എഴുതുക. പിന്നെ ശിഷ്ടം റിമൈൻഡർ കിട്ടുന്നത് മുകളിൽ എഴുതുക. താഴെ ആ 4 എന്നുള്ളത് അതേപോലെ തന്നെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6/3/4നെ നമ്മളൊരു ഡെസിമൽ നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ 6 എന്നുള്ളത് നമ്മൾ അവിടെ വെച്ചിട്ട് 3/4ൻ്റെ ദശാംശ രൂപം എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, 3/4 എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? ആ താഴെയുള്ള 4 ഇല്ലേ, അതിനെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. താഴെയുള്ള 4നെ 10ക്ക് ആക്കാൻ കഴിയും. ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 ആവുമോ നോക്കുക. 4നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 ആവുന്നുണ്ടോ? ഇല്ല അല്ലേ? 2 4 8 കഴിഞ്ഞാൽ 3 4 12 അപ്പോൾ 10 എന്ന് കറക്റ്റ് വരുന്നില്ല. പിന്നെ 100 ആവുന്നുണ്ടോ നോക്കുക. 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 100 ആവുക? 4 25 100 അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 25 എന്ന് കൊടുക്കാം താഴെ. അപ്പോൾ മുകളിലുള്ള സംഖ്യനെയും 25 കൊണ്ട് തന്നെ ഗുണിക്കണം. അതായത് മുകളിൽ 3 അല്ലേ ഉള്ളത്? അപ്പോൾ 3 ഇൻറ്റു 25. അപ്പോൾ 3 ഇൻറ്റു 25/4 ഇൻറ്റു 25 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് ഗുണിച്ചെഴുതുക. അതായത് 3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 75 ആണ്. 4 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 75/100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 75/100 എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക എന്നാണ് അല്ലേ? അതായത് 0.75 എന്നാണ് കിട്ടുക. അപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അപ്പോൾ 6/3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 6.75 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. യൂണിറ്റ് എന്താണ്? റുപ്പീസ് ആണ് അല്ലേ? ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? 6.75 റുപ്പീസ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.